നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാവപ്പെട്ടവർ പെൻഷൻ തുകയ്ക്കായി കാത്തു നിൽക്കുമ്പോൾ അത് കൊടുക്കരുതെന്ന് പറയാൻ ആർക്കും കഴിയില്ല. എന്നാൽ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ചൂണ്ടിക്കാണിക്കുമെന്നും സതീശൻ പറഞ്ഞു. മലപ്പുറം ജില്ലക്കാരെ മുഖ്യമന്ത്രിയും CPM നേതാക്കളും നിരന്തരം അധിക്ഷേപിക്കുകയാണെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാത സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനെ കുറിച്ച് നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കേരളത്തിലെ ഒരു ആശ്വാസ പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പാതയെന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്റെ പരാമർശങ്ങൾ എല്ലാം വളച്ചൊടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാപ്പ് പറയില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് കാലത്താണ് സർക്കാർ പെൻഷൻ കുടിശ്ശിക നൽകുന്നത്. പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ക്ഷേമനിധി ബോർഡുകൾ എത്ര കോടി കൊടുക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയണമെന്നും KC വേണുഗോപാൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വഞ്ചകൻ, അല്ലാതെ താനല്ലെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. മലപ്പുറം ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറം ജില്ലയെ അവഹേളിക്കാനാണ് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. ഇക്കാര്യം മലയാള പത്രങ്ങളോട് പറയാതെ ഡൽഹിയിൽ പോയി പറഞ്ഞത് മുസ്ലിങ്ങളാണ് ദേശവിരുദ്ധ ശക്തിക്ക് പിന്നിലെന്ന് വരുത്തി തീർത്ത് BJPക്ക് ആയുധമുണ്ടാക്കി കൊടുക്കാനാണെന്ന് അൻവർ വ്യക്തമാക്കി. നടി പാർവതി തിരുവത്തിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെ വിമർശിച്ച പാർവതിക്കാണ് മറുപടിയുമായി സജി ചെറിയാൻ എത്തിയിരിക്കുന്നത്. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. സ്റ്റോറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മെൻഷനും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ മറുപടി. റോഡിൽ വീണ്ടും കുഴി. തളിപ്പറമ്പ് ചുഴലി ചെങ്ങളായി റോഡിലാണ് വൻ ഗർത്തം രൂപപ്പെട്ടത്. 3 മീറ്ററിലധികം ആഴമുള്ള കുഴിയാണ് റോഡിൽ പ്രത്യക്ഷപ്പെട്ടത്. ചെറിയൊരു വിള്ളലോടെ പ്രത്യക്ഷപ്പെട്ട കുഴി നിലവിൽ 3 മീറ്ററോളം ആഴമുള്ള നിലയിലേക്ക് എത്തുകയായിരുന്നു. കുഴിയുടെ ആഴം കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെത്തും. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിനായാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി MP എത്തുന്നത്. വയനാട് MP-യായ പ്രിയങ്ക ഗാന്ധി ജൂൺ 9, 10, 11 തീയതികളിൽ മണ്ഡല പര്യടനത്തിനായി കേരളത്തിൽ എത്തുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നിൽ പ്രിയങ്ക നിലമ്പൂരിലെത്തി ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സർക്കാർ ആശുപത്രിയിൽ കണ്ണുമാറി ചികിത്സ നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടതു കണ്ണിന് ചികിത്സ തേടിയാണ് സ്ത്രീ എത്തിയത്. എന്നാൽ വലതു കണ്ണിനാണ് ഡോക്ടർ കുത്തിവയ്പ് എടുത്തത്. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമം. ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസാണ് അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒത്തുതീർപ്പിനായ പ്രതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലെത്തി. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതി CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് സ്വാധീനിക്കാനോ ഒത്തുതീർപ്പാക്കാനോ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. ബക്രീദിനോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിലോ തെരുവുകളിലോ ബലി നടത്തരുതെന്ന് ഡൽഹി ജുമാ മസ്ജിദ് ഷാഹി ഇമാം. ആഘോഷ സമയത്ത് തങ്ങളുടെ പ്രദേശങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കണമെന്ന് നൈബ് സാഹി ഇമാം സയ്യിദ് ഷബാം ബുഹാരി മുസ്ലിം സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലുടനീളം ഹോളി, ദീപാവലി പോലുള്ള ഉത്സവങ്ങൾ മാന്യമായി ആഘോഷിക്കുന്നത് പോലെ ഈദുൽ അദ്ഹയും ബഹുമാനത്തോടെയും ആദരവോടെയും ആചരിക്കണമെന്നും ഇമാം പറഞ്ഞു.